ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മൾ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാരുതി 800 റീസ്റ്റോറേഷൻ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും വർക്ക്ഷോപ്പിൽ കാര്യങ്ങളിലോട്ട് പോയി നോക്കിയിട്ട് വരാം. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 ഇപ്പോൾ പാർട്ട് 2 ആണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോരോ ഘട്ടമായിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒത്തിരി സമയമൊന്നും കളയണ്ട, നേരെ നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് പോയി നോക്കാം. ചെറിയൊരു വീഡിയോ ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കി ഒന്ന് ഡീറ്റെയിലൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി അകത്തോട്ട് എന്തൊക്കെയായി സംഭവങ്ങൾ നമുക്ക് എന്തായാലും പോയി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഡോറൊക്കെ നിങ്ങൾ നേരത്തെ കാണിച്ചു തന്നിരുന്നു. അതൊക്കെ ഇവിടെ ഇറക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബോണറ്റ് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കാണുന്ന ഇവിടെ ഒരു പാച്ച് വർക്ക് കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം അവർ പീസൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം എല്ലാ സാധനവും ഡീറ്റെയിൽ ആയിട്ട് ഊരിയിട്ടുണ്ട്. റണ്ണിംഗ് ബോർഡിൻ്റെ അവിടെ പച്ചർക്കുള്ള അവിടെയൊക്കെ പീസ് കാര്യങ്ങളൊക്കെ വെച്ച് അടച്ച് നീറ്റായിട്ട് അവർ പരിപാടി കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. ഇപ്പം ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ എൻജിന് കാര്യങ്ങളൊന്നുമില്ല. വേറെ അത്യാവശ്യം എല്ലാം ഫുൾ പെയിൻറ്റിങ്ങിനുള്ള ഒരു പരുവാക്കിയിട്ട് അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമ്മൾ അയച്ചിട്ടിരിക്കുകയാണ്. സൈഡ് ഒരു പോർഷനിലുള്ള സാധനങ്ങളും ഇല്ല. ഡോറിൻ്റെ ഇഞ്ചസ് മാത്രമുണ്ട്, ബാക്കി എല്ലാ പോർഷനും ഊരി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിക്കി ഡോറ്, 4 സൈഡ് ഡോറ്, ബോണറ്റ് എല്ലാം നമ്മൾ ഊരി സെപ്പറേറ്റ് ആയിട്ട് സൈഡുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പെയിൻ്റ് അടിക്കാനുള്ള പരുവത്തിലാക്കി ഓരോ ഐറ്റംസ് അവർ ഇവിടെ തന്നെ സെറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ബാക്ക് ഡോറാണ് വരുന്നത്. ബാക്ക് ഡോറിൻ്റെയും സംഭവം കാര്യങ്ങൾ പെയിൻ്റ് അടിക്കാനുള്ള പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ടോ, ഈ കാണുന്നല്ല ഓരോരോ ഡോറുകളും പിന്നെ വണ്ടിയുടെ ഓരോരോ പാർട്സുകളായിട്ടുള്ള ഭാഗങ്ങൾ സെപ്പറേറ്റ് ഓരോരോ സ്ഥലങ്ങളിലായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളൂ. ഇപ്പം അത്യാവശ്യം എല്ലാ സാധനവും അവർ ഊരി വെച്ചിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ വന്നിട്ട് ഊരിയിട്ടുണ്ടായിരുന്നു. രാത്രി നമ്മളിവിടെ ഒരു ദിവസം വന്നിട്ട് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ഊരിയത്. അതുപോലെ തന്നെ സീറ്റ് കാര്യങ്ങളെല്ലാം ഊരിയിട്ടുണ്ട്. റൂഫിൻ്റെ ഭാഗത്താണെങ്കിൽ അകത്ത് വരുന്ന ഒരു സംഭവം കാര്യങ്ങളെല്ലാം ഊരി അത്യാവശ്യം എല്ലാം നീറ്റായിട്ട് അവർ പെർഫെക്റ്റ് ആയിട്ട് എല്ലാം തന്നെ ഊരിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൂഫിൻ്റെ മേളിലേക്ക് വരുന്ന ഈ സൈഡിൽ ഈ ഒരു ബീഡിങ് കാര്യങ്ങൾ ഇവിടെ ഒരു ഐറ്റം വരുന്നതാണല്ലോ, ആ സംഭവം എല്ലാം ഊരിയിട്ടുണ്ട്. പിന്നെ ഏരിയലിൽ വരുന്ന പോർഷൻ അവിടെ എല്ലാം ഊരി സെറ്റപ്പ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മുടെ വണ്ടിയുടെ നിലവിലെ അവസ്ഥ. ഇനി പെയിൻ്റ് അടിക്കാനുള്ള കാര്യങ്ങളിലേക്കാണ് കിടക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് നമ്മുടെ വണ്ടിയിൽ നിലവിൽ അത്യാവശ്യം ഊരി പെയിൻറ്റിങ്ങിന് വേണ്ടി നമ്മൾ സെറ്റാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വെറൈറ്റി സംഭവം തന്നെ ഉണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് ഡിക്കി ഡോറിൽ നമ്മളൊരു വൈപ്പർ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പം നിലവിൽ വൈപ്പർ ഡമ്മിയാണ്. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു ലോക്കിൻ്റെ പോർഷൻ വരുന്നത്, അത് നമ്മൾ ഒരു അകത്തുനിന്നൊരു പീസ് വെച്ച് വെൽഡ് ചെയ്ത് അത് അടച്ചിട്ടുണ്ട്. ഇനി അവിടെ നമ്മൾ പുട്ടിയിട്ട് ആ ലൈൻ ഒരു കറക്റ്റ് ലൈനാക്കി എടുത്തിട്ട് അവിടെ പുട്ടിയിട്ട് ഫില്ല് ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കും. ഹലോ ഗായ്സ്, നമ്മൾ വീണ്ടും വണ്ടിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച പോലെ പുട്ടി വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പറഞ്ഞ ഹോള് കാര്യങ്ങളെല്ലാം അടച്ചിട്ടുണ്ട്, പുട്ടി ചെയ്തു. അതുകൊണ്ട് ഡോറ് കാര്യങ്ങളെല്ലാം പുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും വണ്ടിയുടെ ബമ്പർ 2 ബമ്പർ ഐറ്റംസ് കാര്യങ്ങളെല്ലാം നമ്മുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. അതെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്കിവിടെ പെയിൻ്റ് അടിക്കാം. കാരണം ബോഡി കളർ തന്നെയാണ് നമ്മൾ ബമ്പറിന് കൊടുക്കുന്നത്. അതുകൊണ്ട് ബമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ട് വരാം. അപ്പം നമ്മൾ ബമ്പറൊക്കെ എടുത്തിട്ട് വന്നപ്പോൾ രാത്രി ആയിട്ടുണ്ട്. നമ്മളിത് പല സമയങ്ങളിൽ പോയിട്ടാട്ടോ വീഡിയോ കാര്യങ്ങളൊക്കെ പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് രാത്രി ഇടയ്ക്ക് പകലൊക്കെ കയറി വരുന്നത്. അപ്പം നമുക്കത് അങ്ങനെ എടുക്കാനുള്ള സമയം ഗ്യാപ്പ് കിട്ടാറുള്ളൂ. അപ്പം ഡോറിൽ അത്യാവശ്യം പുട്ടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബമ്പർ നമ്മൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ബമ്പർ കാര്യങ്ങളൊക്കെ പുതിയത് മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡോറിപ്പം നമ്മൾ പുട്ടിയിട്ട ഭാഗമൊക്കെ ഒരു പേപ്പറിനെ അവർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിലവിലെ അവസ്ഥ ഇങ്ങനെയാണ്. നിലവിലിപ്പം പണി ഏകദേശം ഇങ്ങനെയൊക്കെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തായാലും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ വണ്ടി അത്യാവശ്യം പെയിൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഇറങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഗ്യാപ്പിൽ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നമുക്കൊരു ഏകദേശം ഒരു ലാഗ് കാര്യങ്ങൾ കയറി വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതൊരു 4 ദിവസത്തോളം ഏകദേശത്തെ വീഡിയോ എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ വീഡിയോ ആക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റുകൾ അറിയിക്കുക. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഏറ്റവും പുതിയ വീഡിയോ ആയിട്ട് അടുത്തന്നെ.